നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷയ്ക്ക് എടുത്തു ചോദിച്ച PM ശ്രീ പദ്ധതി, CJP പ്രധാന പുരസ്കാരങ്ങൾ, ജേതാക്കൾ എന്നിവയെക്കുറിച്ചാണ്. PM ശ്രീ, PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. 2 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് നടന്നു പോകുന്ന ചിത്രം. ആ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം, വിദ്യാഭ്യാസ പദ്ധതിയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. രാജ്യത്തെ സ്കൂളുകളുടെ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും ഉയർത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് PM ശ്രീ സ്കീം. PM ശ്രീ രാജ്യത്തെ സ്കൂളുകളെ മാതൃകരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് 2022 സെപ്റ്റംബർ 7. എന്താണ് PM ശ്രീ? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ 2022 സെപ്റ്റംബർ 7 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി. പദ്ധതിക്കായി കേന്ദ്രം വകയിരുത്തിയത് 27,360 കോടി രൂപ. PM ശ്രീ പദ്ധതി ഗുണം 14,500 സ്കൂളുകൾക്ക്. ന്യൂഡൽഹി. രാജ്യത്തെ സ്കൂളുകളെ മാതൃകാപരമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. 2022 സെപ്റ്റംബർ 7 കേന്ദ്രമന്ത്രിസഭ പദ്ധതിക്ക് അംഗീകരിച്ചത്. 27,360 കോടിയുടെ പദ്ധതി. 5 വർഷത്തേക്ക് കാലാവധി നോക്കണം. 5 വർഷത്തേക്ക് 27,360 കോടി ചെലവ്. ഇതിൽ 18,128 കോടി കേന്ദ്രവിഹിതം. കേന്ദ്ര, സംസ്ഥാന, കേന്ദ്രഭരണ, തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന 14,500-ലധികം സ്കൂളുകളിൽ നിലവിൽ കേരളത്തിലെയും കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങളടക്കം രാജ്യത്തെ 12,079 സ്കൂളുകളിൽ. കേരളത്തിന് പുറമെ പദ്ധതി നടപ്പാക്കാത്തത് തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ. അപ്പോൾ കേരളം നടപ്പിലാക്കുന്നില്ല. അതിനു പുറമെ നടപ്പാക്കാത്തത് തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ. ഇപ്പോഴും കേരളത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് PM ശ്രീ പദ്ധതി. അപ്പോൾ ആ കാലഘട്ടത്തിൽ PM ശ്രീ പദ്ധതി കേരളം നടപ്പാക്കില്ല എന്നൊരു തീരുമാനം അറിയിച്ചിരുന്നു. അപ്പോൾ അത് കൂടാതെ തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ലക്ഷ്യം മാതൃകാപരമായി സ്കൂളുകളായി ഉയർത്തുക. മാതൃകാപരമായ സ്കൂളുകളായി ഉയർത്തുക എന്നതാണ് PM ശ്രീയുടെ പദ്ധതി. മാതൃകാപരമായ സ്കൂളുകളായി ഉയർത്തൽ. ഓർത്തു വയ്ക്കണം, മാതൃകാപരമായ സ്കൂളുകളായി വളർത്തൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടികളിൽ ബഹുഭാഷാ പാണ്ഡിത്യം, അക്കാദമിക് കഴിവുകൾ പരിപാലിക്കൽ, ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം, ഇവയാണ് പ്രധാനമായിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പഠനം ആസ്വാദ്യകരമാക്കൽ, ഓരോ ഗ്രേഡിലെയും ഫലങ്ങളിൽ ശ്രദ്ധിക്കൽ, കൊഴിഞ്ഞുപോക്ക് തടയൽ, പ്രൈമറി, എലിമെൻ്ററി സ്കൂളുകളിൽ കളി ഉപകരണങ്ങൾ, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി സ്കൂളുകളിൽ ഫർണിച്ചറുകൾ, പൂർണ്ണമായും സജ്ജീകരിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ, ICT, അഡൽട്ട് ടിങ്കറിംഗ് സ്കിൽ ലാബുകൾ, സ്കൂൾ ഇന്നൊവേഷൻ കൗൺസിലുകൾ, സൗകര്യങ്ങളുള്ള കളിസ്ഥലം. ഇതൊക്കെയാണ് PM ശ്രീ വിഭാവനം ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഓക്കെ, ഇപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രസ്തുത വിഷയത്തിന്മേലുള്ള അഭിപ്രായം ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ അംഗമായിരുന്നില്ല. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ അംഗമായിരുന്നില്ല. അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കേരള വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുമായിരുന്നു. നമുക്കറിയാം, നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിമാർ ആരൊക്കെയാണ്? കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനും ഇന്ത്യയുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് രാജ്യത്തുടനീളം 14,500-ലധികം സ്കൂളുകളെ മാതൃകപരമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി PM ശ്രീ പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ എന്തിൻ്റെ ഭാഗമാണ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. പറഞ്ഞേ, ദേശീയ വിദ്യാഭ്യാസ നയം ഏതാ വർഷം? 2020. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്ന മാതൃകാ വിദ്യാലയങ്ങളായി രാജ്യത്തുടനീളം 14,500-ലധികം സ്കൂളുകളെ മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കണ്ടോ, നമ്മുടെ 14,500 PM ശ്രീ സ്കൂൾസ്. ഇതാണ് പരീക്ഷയ്ക്ക് എടുത്തു ചോദിച്ചത്. അപ്പോൾ സ്കൂളുകളുടെ എണ്ണം മറക്കരുത്, 14,500. PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ:
സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളും ആധുനിക പഠന രീതികളും ഉറപ്പാക്കുക. സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളും ആധുനിക പഠന രീതികളും ഉറപ്പാക്കുക. കുട്ടികളിൽ വിമർശനാത്മക ചിന്തയും നൈപുണ്യവും വളർത്തുക. കുട്ടികളിൽ വിമർശനാത്മക ചിന്തയും നൈപുണ്യവും വളർത്തുക. സുസ്ഥിരവും ഉൾക്കൊള്ളുന്നതുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക. സുസ്ഥിരവും ഉൾക്കൊള്ളുന്നതുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക. ഇവയുടെ മറ്റ് പ്രധാന സവിശേഷതകൾ: മാതൃകാ വിദ്യാലയങ്ങൾ നിലവിലുള്ള സ്കൂളുകളെ നവീകരിച്ച് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. കാലയളവ് 2022-23 മുതൽ 26-27 വരെയുള്ള 5 വർഷത്തേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള പ്രയോജനം: ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നു. അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഓക്കെ, രണ്ടും രണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീനാണ്. ഓക്കെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏതാണ് എൻ ഷംസുദ്ദീൻ്റെ മണ്ഡലം എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് സമയത്തൊരു ബ്രോഷർ നമുക്ക് നോക്കാം. വെറുതെ: പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ചരിത്ര ഭൂരിപക്ഷം സമ്മാനിച്ച മണ്ണാർക്കാട്ടിലെ പ്രിയ വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്ടിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ്. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട്ടിൽ നിന്നും വന്ന വ്യക്തിയാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് നമുക്കറിയാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് അധികാരമേറ്റ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി. ഓക്കെ, നമുക്കറിയാം ജൂലൈ 25, 2026 എന്നോടെ പറയുന്നു. 2026 ജൂലൈ 25-ന് 2026 ജൂലൈ 25-ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണ്. എങ്ങനെ രാജിവെക്കുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും രാജിവെക്കുകയാണ്. എന്താണ് അതിന് കാരണമായത്? നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ക്രമക്കേടായിരുന്നു അല്ലേ? അപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തു വയ്ക്കണം, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റാണ് നീറ്റ്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം നീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഈ CJPയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ച ദിവസം 2026 ജൂലൈ 25. അതിനുശേഷമാണ് പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് CJP? അതും പരീക്ഷയ്ക്ക് ചോദിച്ചു അല്ലേ? അപ്പോൾ CJP പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ഒരാൾ രാജിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്ര ചെറിയ ടീം അല്ലല്ലോ. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത, ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് എന്നിവയ്ക്കെതിരെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത, ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് എന്നിവയ്ക്കെതിരെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. 2026 മെയ് 16-ന് ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന അഭിജിത്ത് ദീപ്കെയാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇതാണ് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചത്. സ്ഥാപിച്ച ദിവസം ഓർക്കണം, മെയ് 16, 2026 മെയ് 16. ഓക്കെ, ഇപ്പോൾ മെയ് എന്ന് പറയുമ്പോൾ എത്രാമത്തെ മാസമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, 5 അല്ലേ? ഇപ്പോൾ 2026 5 16. ഓക്കെ, ഇപ്പോൾ മെയ് 16-നാണ്, 5-ാമത്തെ മാസം 16-ാം തീയതി 2026 ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്ന അഭിജിത്ത് ദീപ്കെ, എന്താ പേര്? അഭിജിത്ത് ദീപ്കെ. ഓക്കെ, ഈ പ്രസ്ഥാനം സ്ഥാപിക്കുന്നു. പിന്നീട് മെയ് 15-ന് സുപ്രീം കോടതിയിൽ നടന്നൊരു വാദത്തിനിടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതുകൊണ്ട് നടത്തിയ പരാമർശം വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഈ വിവരാവകാശങ്ങളൊക്കെ കൊടുക്കുന്നത് കൂടുതലും യുവാക്കളാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു പ്രസ്താവന ഇറക്കി, ഇന്ത്യയിലെ യുവാക്കൾ അല്ലേ തൊഴിലില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് നീങ്ങുന്നു, വിവരാവകാശത്തിന് അപേക്ഷിച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ അവരെ കളിയാക്കി ഒരു പ്രസ്താവന ഇറക്കി. ഓക്കെ, അപ്പോൾ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതുകൊണ്ട് വല്ലാത്തൊരു പ്രശ്നമായി മാറി.
അതെന്തായി? ആ പരാമർശത്തിനുള്ള മറുപടിയായിട്ട് പുതിയൊരു പാർട്ടി തന്നെ രൂപീകരിക്കപ്പെട്ടു. അഭിജിത്ത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയവുമായി രംഗത്തെത്തി. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം. അപ്പോൾ എന്താണ് CJPയുടെ മുദ്രാവാക്യം? വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നതാണ് CJPയുടെ മുദ്രാവാക്യം. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചിഹ്നം തന്നെ നോക്കിക്കേ അല്ലേ. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ രാഷ്ട്രീയ ആശയവിനിമയ തന്ത്രജ്ഞനും ആക്ടിവിസ്റ്റുമായ അഭിജിത്ത് ദീപ്കെയാണ്. തൊഴിലില്ലാത്തവരെയും പ്രതിഷേധിക്കുന്ന യുവാക്കളെയും കോക്രോച്ചിനോട് താരതമ്യപ്പെടുത്തി പൊതുപരാമർശങ്ങൾക്ക് മറുപടിയായി 2026 മെയ് 16 അദ്ദേഹം ആക്ഷേപഹാസ്യ യുവജന പ്രസ്ഥാനം ആരംഭിച്ചു. ചലന പശ്ചാത്തലം രജിസ്റ്റർ ചെയ്ത ഒരു ഔപചാരിക രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഒരു ആക്ഷേപഹാസ്യ സമ്മർദ്ദ ഗ്രൂപ്പായിട്ടാണ് തുടക്കം. തൊഴിൽ രഹിതരും തളർന്നവരുമായ ഇന്ത്യൻ യുവാക്കളുടെ ആശങ്കകൾ ഉന്നയിക്കുന്നതിനായാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്വവും വ്യവസ്ഥാപരമായ പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ഓക്കെ, അപ്പോൾ ഇതാണ് CJP PM ശ്രീ സ്കൂൾ പദ്ധതി. ഈ രണ്ട് പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായിട്ട് നമ്മളൊന്ന് നോക്കിയിരിക്കേണ്ട രണ്ട് ടോപ്പിക്കുകളാണ്. മൂന്നാമത്തേതാണ് പുരസ്കാര ജേതാക്കൾ. അതിലാദ്യം എടുത്തു പറയുന്നത് കഴിഞ്ഞ പ്രിലിമിനറി ഘട്ടങ്ങളിലെല്ലാം ഒരുപോലെ എടുത്ത് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അല്ലേ, ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. നോക്കണം, ഓടക്കുഴൽ പുരസ്കാര ജേതാവ് മലയാളത്തിൽ ആദ്യമായി ഒരു ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊണ്ടുവരുന്നത് G ശങ്കരക്കുറുപ്പാണ്. G ശങ്കരക്കുറുപ്പിൻ്റെ കാവ്യസമാഹാരമായ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എന്ത്? ജ്ഞാനപീഠം. ആ ജ്ഞാനപീഠം ആദ്യമായി കിട്ടിയതൊരു മലയാളിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് G ശങ്കരക്കുറുപ്പ് എന്നാണ്. നമ്മുടെ G ശങ്കരക്കുറുപ്പ് ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടഭക്തനായിരുന്നു. 57-58 കാലഘട്ടത്തിൽ എഴുതിയൊരു പുസ്തകം എന്ത് ചെയ്യണം? 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമാവുകയാണ് അല്ലേ. എല്ലാം ഈശ്വരൻ്റെ മായ എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് G ശങ്കരക്കുറുപ്പ് തനിക്ക് കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ 1/5 ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റിൻ്റെ പേര് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്നായിരുന്നു. ആ ട്രസ്റ്റിന് കീഴിലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാണ്, ആരുടെ സ്മരണാർത്ഥമാണെന്ന് ചോദിക്കും. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് G ശങ്കരപിള്ളയുടെ സ്മരണാർത്ഥമാണ്. G ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണാർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം എങ്ങനെയാണ് ഉണ്ടായത്? തനിക്ക് ഗുരുവായൂരപ്പൻ തന്ന സമ്മാനമാണെന്ന് G ശങ്കരക്കുറുപ്പ് വിശ്വസിക്കുകയും ആ സമ്മാനത്തുകയുടെ 1/5 ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ പേരായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. PSC ഉത്തരസൂചിക പ്രകാരം ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം 1969 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. തുളസീദാസ രാമായണം എന്ന കൃതിയുടെ വിവർത്തനത്തിനായിരുന്നു. തുളസീദാസ രാമായണം എന്ന കൃതിയുടെ വിവർത്തനത്തിനായിരുന്നു ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ മികച്ച സാഹിത്യ കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. G ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനമായ, ഓർക്കണം, G ശങ്കരക്കുറുപ്പിൻ്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഓടക്കുഴൽ പുരസ്കാരം സമ്മാനിക്കുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1969 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഓക്കെ, 1969 ആരാണ് നേടിയത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിന് തുളസീദാസ രാമായണം എന്ന വിവർത്തന കൃതിക്കാണ്. രണ്ടാമത് നേടിയത് OV വിജയനാണ്. OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്ക്. ആദ്യം നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 69, രണ്ടാമത് 70 OV വിജയൻ, കൃതി ഖസാക്കിൻ്റെ ഇതിഹാസം. ഓക്കെ, അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിക്കും. ലളിതാംബിക അന്തർജനമാണ് ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വനിത. ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വനിത ആരാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. 1977 വയലാർ. ഓക്കെ, വയലാർ എന്ന് ഓർക്കുക. എന്താണ്? 1977 വയലിൽ നമ്മൾ എന്ത് ചെയ്യും? കൃഷി ചെയ്യും അല്ലേ. അവരുടെ ജീവിതം എന്താണ്? ലളിതമാണ്. അപ്പോൾ വയലിലെ ജീവിതം എന്താണ്? ലളിതമാണ്. അപ്പോൾ വയലിൽ നമ്മൾ
പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ അഗ്നിക്ക് ഇരയാക്കും. ഓക്കെ, അപ്പോൾ ഓർക്കുക 1977 വയലെന്ന് ഓർത്താൽ മതി, വയലാറെന്ന് ഓർക്കണ്ട, ക്ഷമിക്കണം, വയലെന്ന് ഓർത്താൽ മതി. അപ്പോൾ വയലിൽ എന്താ നമ്മൾ ചെയ്യുക? അഗ്നിക്ക് ഇരയാക്കും അല്ലേ? അപ്പോൾ 1977 വയലാർ പുരസ്കാരം ലഭിച്ചത് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. അത് എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. 2021 സാറ ജോസഫ്, കൃതി ബുധിനി. 2022 അംബികസുധൻ മങ്ങാട്, കൃതി പ്രാണവായു. അപ്പോൾ 2021 സാറ ജോസഫ്, കൃതി ബുധിനി, നോവലാണേ. 2022 അംബികസുധൻ മങ്ങാട്, കൃതി പ്രാണവായു, അതും നോവലാണ്. അപ്പോൾ 2021 സാറ ജോസഫ്, 2022 അംബികസുധൻ മങ്ങാട്. 2023 PN ഗോപികൃഷ്ണൻ. 2023 ജേതാവ് PN ഗോപികൃഷ്ണൻ. ഒരു കാവ്യ സമാഹാരമാണ് അതിലെ കവിത മാംസഭോജിയാണ് എന്ന കവിത. ഒരു കാവ്യ സമാഹാരമാണ് അതിലെ കാവ്യ മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതൊരു കാവ്യ സമാഹാരമാണ്. അത്രയും കവിതകൾ അടങ്ങുന്ന ഒരു പുസ്തകത്തിൽ ഒരു കവിതയാണ് അതിന് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഒരു കാവ്യ സമാഹാരമാണ്, കവിത മാംസഭോജിയാണ്. ആ കൃതിക്കാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2024 54-ാമത്, വളരെ എളുപ്പമാണല്ലേ? 24 54-ാമത്, 23 53-ാമത്. അപ്പോൾ 2024 54-ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷനാണ്. കൃതി ഗോപ എന്ന നോവലാണ്. 2025 55-ാമത് ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലൻ, സാഹിത്യ വിമർശനം വിഭാഗത്തിലാണ്, ഉൾക്കഥ എന്ന കൃതിക്കാണ്. 2025 55-ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ, കൃതി ഉൾക്കഥ, അതൊരു സാഹിത്യ വിമർശന ഗ്രന്ഥമാണ്. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥ, ഓക്കെ, ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനത്തിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഒരു കൃതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, ഒരു പുരസ്കാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയലാർ പുരസ്കാരം അല്ലേ? 49-ാമത്തെ വയസ്സിലും തപോമയുടെ അച്ഛനും വയലിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. 49-ാമത്തെ വയസ്സിലും വയലിൽ തപോമയുടെ അച്ഛൻ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. അപ്പോൾ 49-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ 49-ാമത് പുരസ്കാരം. ഓക്കെ, വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വയലെന്ന് ഓർക്കാം. തപോമയുടെ അച്ഛൻ, പുസ്തകത്തിൻ്റെ പേരാണ്. വയലിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. അപ്പോൾ എന്താണ്? വയലിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. വയലിൽ, വയലാർ പുരസ്കാരം സന്തോഷത്തോടെ. ആരാണ്? 2025 E സന്തോഷ് കുമാർ. അപ്പോൾ 49-ാമത് പുരസ്കാരം 2025 E സന്തോഷ് കുമാർ, കൃതി തപോമയുടെ അച്ഛൻ. അപ്പോൾ 49-ാമത്തെ വയസ്സിലും തപോമയുടെ അച്ഛൻ വയലിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. 49-ാമത്തെ വയസ്സിലും തപോമയുടെ അച്ഛൻ, ആ കൃതിയുടെ പേരാണ് തപോമയുടെ അച്ഛൻ. ഓക്കെ, സന്തോഷത്തോടെ E സന്തോഷ് കുമാറാണെന്ന് ഓർക്കുക. 2022 അല്ലേ? പൊടിമീശ മുളയ്ക്കണ കാലം എന്നാണ് 2022. ആർക്കാണ് പൊടിമീശ? S ഹരീഷിന്. അപ്പോൾ ഹരീഷിൻ്റെ മീശ. 2022 S ഹരീഷിൻ്റെ മീശ. 2022 S ഹരീഷിൻ്റെ മീശ. 2023 ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ജീവിതം സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെയാണ് ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം ആത്മകഥയാണ്. ആരാണ് എഴുതിയത്? ശ്രീകുമാരൻ തമ്പിയാണ്. 2024 അശോകൻ ചെരുവിൽ. 2024 54-ാമത് പുരസ്കാരം നേടിയത് 48-ാമത് പുരസ്കാരം നേടിയത് അശോകൻ ചെരുവിലാണ്. 2024 48-ാമത് പുരസ്കാരം അശോകൻ ചെരുവിൽ, കൃതി കാട്ടൂർ കടവ്. 2025 നമ്മൾ പറഞ്ഞു E സന്തോഷ് കുമാർ, തപോമയുടെ അച്ഛൻ. ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ് നോക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരവും വയലാർ പുരസ്കാരവും നോക്കി. ഇവ അതിപ്രധാനമായവയോടാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാക്കളെ കുറിച്ചാണ് നോക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാന തുക. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ്. 2024 NS മാധവൻ. 2023 ഡോക്ടർ SK വസന്തൻ. 2022 സേതു. അപ്പോൾ ഒന്നുകൂടെ 2022 സേതു, 2023 NS മാധവൻ, 2023 ഡോക്ടർ SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ള.
വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും ജേതാക്കളുമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നമ്മുടെ സാഹിത്യ മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയാണ് സമ്മാന തുക. മൂല്യം കൊണ്ടല്ല, അതിൻ്റെ വാല്യൂ അല്ലേ. ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വാല്യൂ ഉള്ളത് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഇന്ത്യയിലാണെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരമാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപിള്ള, 2024 NS മാധവൻ, 2023 SK വസന്തൻ, 2022 സേതുവിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കും. സേതുവിൻ്റെ മാസ്റ്റർ പീസ്. ഓക്കെ. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.